തിരുവനന്തപുരത്തെ 3 മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. വി.എസ്. ശിവകുമാർ, തമ്പാനൂർ രവി, ഡി.സി.സി പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനൽ എന്നിവരെയാണ് പ്രത്യേകം വിളിച്ച് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് മുന്നറിയിപ്പ് നൽകിയത്. തിരുവനന്തപുരത്തെ പ്രചാരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ 3 നേതാക്കന്മാർക്കാണെന്നും വീഴ്ച ഉണ്ടായാൽ നടപടിയെടുക്കുമെന്ന സന്ദേശമാണ് കൈമാറിയത്. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, തരൂരിന്റെ പ്രചരണ രംഗത്തെ വീഴ്ചയുമായി ബന്ധപ്പെട്ട ഹൈക്കമാൻഡ് ഇടപെടൽ അത് നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ നേതാക്കൾ ഏത് രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടു, അല്ലെങ്കിൽ അവരുടെ പങ്ക് എന്താണ് എന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്? രഞ്ജിത്ത്, ഇത് തിരുവനന്തപുരത്തെ പ്രചരണത്തിലെ വീഴ്ചകൾ പരിശോധിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഇന്ന് തിരുവനന്തപുരത്ത് ഒരു അവലോകന യോഗം ചേർന്നത്. എന്നാൽ അവലോകന യോഗത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായതായി എവിടെയും പറഞ്ഞില്ല. ഏത് തരത്തിൽ വേണം ഇനി മുന്നോട്ട് പോകണം എന്നുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് അവലോകന യോഗത്തിൽ പറഞ്ഞത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റുമാർ മുതലുള്ള UDF നേതാക്കളെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അത്തരമൊരു യോഗത്തിൽ ഇത്തരം ഒരു നിർദ്ദേശം വരുന്നത് തെറ്റായ ഒരു സന്ദേശം പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഇതിലെ വീഴ്ചകളെ സംബന്ധിച്ച് ഒരു പോസ്റ്റ്മോർട്ടം അവിടെ നടന്നില്ല. എന്നാൽ തിരുവനന്തപുരത്ത് 3 പ്രധാന നേതാക്കളെ മുകുൾ വാസ്നിക് പ്രത്യേകമായി വിളിച്ചു. ഇവരെ വിളിച്ച് ഏകദേശം 20 മിനിറ്റോളം ഇവരുമായി ചർച്ച നടത്തി. ഈ സമയത്താണ് ഈ പ്രധാനമായും വിളിച്ചത് തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും മുതിർന്ന നേതാവായ തമ്പാനൂർ രവി, അതോടൊപ്പം തന്നെ വി.എസ്. ശിവകുമാർ, അതോടൊപ്പം ഡി.സി.സി പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനൽ എന്നിവരെയാണ് വിളിച്ചത്. ഇവരെ വിളിച്ച ശേഷം ഹൈക്കമാൻഡ് താല്പര്യമുള്ള സ്ഥാനാർത്ഥിയാണ്, ഹൈക്കമാൻഡ് പ്രത്യേക താല്പര്യമുള്ള സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ. ഇവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായാൽ 3 പേരും മറുപടി പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അക്കാര്യത്തിൽ മുൻ തെരഞ്ഞെടുപ്പുകളെ പോലെ അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളെ പോലെ ആയിരിക്കില്ല തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ നിലപാട്. ഇത് ഹൈക്കമാൻഡ് നേരിട്ട് തന്നെ ഇടപെട്ട മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഏത് വീഴ്ച ഉണ്ടായാലും കർശനമായ നടപടി ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പ് 3 നേതാക്കൾക്ക് നൽകി. എന്നാൽ ഈ യോഗത്തിൽ തന്നെ എത്തിയ ഈ 3 നേതാക്കളും ഇനി മുതലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും തങ്ങൾ പൂർണ്ണമായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നും താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ സംഘടനാ സംവിധാനം പരമാവധി ശക്തിപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം ശക്തമായി ഇനി വോട്ടെടുപ്പ് തീയതി വരെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും 3 നേതാക്കളും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് മുന്നിലെത്തിയ പരാതി ഇവിടെ തിരുവനന്തപുരത്തെ പ്രചരണ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നില്ല. തരൂരിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിലടക്കം ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരുന്നു. വേണ്ട മുന്നൊരുക്കങ്ങൾ അതായത് താഴ്ത്തരത്തിലുള്ള കമ്മിറ്റികളടക്കം ചെയ്യുന്നില്ല, ഏകോപനം ഉണ്ടാകുന്നില്ല എന്ന് തുടങ്ങിയ പരാതികളാണ് ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചാണ് വിശദമായ വിവരങ്ങൾ നേരത്തെ തന്നെ മുകുൾ വാസ്നിക് പരിശോധിച്ചിരുന്നു. ഇന്നലെ തന്നെ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ 3 നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഈ 3 നേതാക്കളെ ഹൈക്കമാൻഡ് ശക്തമായ നിർദ്ദേശം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യോഗത്തിനെത്തിയ ഈ 3 നേതാക്കളും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും ഇനി ഉണ്ടാവില്ലെന്നും ഇനി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ 3 പേരും നേരിട്ട് തന്നെ നോക്കി ഏകോപനം ഏറ്റെടുക്കുകയാണെന്നുമാണ് പ്രധാനമായും അറിയിച്ചത്. എന്തായാലും ഹൈക്കമാൻഡ് ഭാഗത്തു നിന്ന് അതിശക്തമായ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇനി അതിന്റെ ഏകദേശം പ്രവർത്തനം ഇന്നു മുതലുള്ള ദിവസങ്ങളിൽ കാണും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെയും പ്രതീക്ഷ. ശരി, ആർ കിരൺ ബാബുവാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.